ഹായ് എവരിവൺ, വെൽക്കം ടു യെറ്റ് അനദർ വീഡിയോ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്റ്റൈലിംഗ് ടിപ്പാണ് കേട്ടോ. ഇപ്പം ഇങ്ങനത്തെ ഒരു ഫ്രോക്ക് നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെ ടൈപ്പിൽ സ്റ്റൈൽ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങളുടെ അടുത്ത് ഇങ്ങനത്തെ ഒരു ജാക്കറ്റ് ഉണ്ട്. ഒബ്വിയസ്ലി ഇപ്പോൾ ഒരു വിൻ്റർ സീസണും കൂടെയാണല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ജാക്കറ്റ്സ് ഒക്കെ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ചുമ്മാ ജസ്റ്റ് ജാക്കറ്റ് അതിൻ്റെ മുകളിൽ പെയർ ചെയ്തിട്ട് അങ്ങനെ സ്റ്റൈൽ ചെയ്യാം. അതാണ് ഒരു വേ. സെക്കൻഡ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പഫ് സ്ലീവ്ഡ് ടീഷർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, പഫ് സ്ലീവ്ഡ് ടീഷർട്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്കൊരു ക്യൂട്ട് ലുക്കാണ് തരിക. അപ്പോൾ ഇതുപോലത്തെ ഒരു ഫ്രോക്കിൻ്റെ കൂടെ നമ്മളത് വേറെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നമ്മൾ കുറച്ചും കൂടെ യങ് ആയതുപോലെ അങ്ങനെ ഒരു ക്യൂട്ട് ലുക്കാണ് കിട്ടുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ സ്റ്റൈൽ ചെയ്യാം. തേർഡ് വൺ എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങളുടെ അടുത്ത് ഷർട്ട് ഉണ്ടെങ്കിൽ അത് ഒരു ഹാഫ് സ്ലീവ്ഡ് ഷർട്ട് ആണെങ്കിലും ഒരു ഫുൾ സ്ലീവ്ഡ് ഷർട്ട് ഉണ്ടെങ്കിലും ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഫ്രോക്കിൻ്റെ ഒപ്പം സ്റ്റൈൽ ചെയ്യാം. അതെങ്ങനെ നോക്കാം. ഇപ്പം ഹാഫ് സ്ലീവ്ഡ് ഷർട്ടാണ് നമ്മൾ ഉള്ളിൽ, അതിപ്പോൾ ലോങ് ഷർട്ട് ആയിക്കോട്ടെ ക്രോപ്പ് ഷർട്ട് ആയിക്കോട്ടെ, ഹാഫ് സ്ലീവ്ഡ് ഷർട്ടാണ് നമ്മൾ ഉള്ളിൽ ഇടുന്നതെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു ക്യൂട്ട് ലുക്കാണ് അത് തരിക, നമുക്കൊരു കൂൾ വൈബാണ് അത് തരിക. ഇനി നേരെ മറിച്ച് ഒരു ലോങ് സ്ലീവ്ഡ് ടീഷർട്ട് ആണെങ്കിൽ, എനിക്ക് ഈ ലോങ് സ്ലീവ്ഡ് ടീഷർട്ടിന് കൂടെ ഇങ്ങനത്തെ ഫ്രോക്ക് പെയർ ചെയ്യുമ്പോൾ എപ്പോഴും തോന്നുന്നത് ഒരു ബാക്ക് ടു സ്കൂൾ ആ ഒരു ഫീലാണ്. നമ്മൾ സ്കൂളിലെത്തിയ പോലെ അത്രയും നമുക്ക് നമ്മുടെ ഏജും ഒന്ന് യങ് ആയ പോലെ, നമ്മൾ കാണാനും കുറച്ചും കൂടി യങ് ആയ പോലെ അങ്ങനെ ഫീൽ ചെയ്യും. അപ്പം ഈ രണ്ട് വേസിലും കൂടെ നമുക്ക് സ്റ്റൈൽ ചെയ്യാം. ഇനി ലാസ്റ്റ് വൺ എന്ന് പറയുന്നത്, നമുക്ക് ഈ ഫ്രോക്ക് ഒരു ടോപ്പ് പോലെയും സ്റ്റൈൽ ചെയ്യാം. ഇതുപോലത്തെ ഒരു ലോങ് സ്കേർട്ട് നിങ്ങളുടെ അടുത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ ആ സ്കേർട്ട് വെയർ ചെയ്തിട്ട് നമുക്ക് ഈ ടോപ്പ് ഒരു ഷോർട്ട് ടോപ്പ് പോലെയും വെയർ ചെയ്യാം. അപ്പം ഇത്രയും വേസാണ് നമുക്ക് ഈ ഫ്രോക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുക. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ സീ യു ദെൻ, ടേക്ക് കെയർ, ബൈ.